സെന്റ് തോമസ് ബസിന് 61 പിറന്നാൾ. ഒരു ബസ്സും നാട്ടുകാരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അതിശയകഥ. ഒരു ബസ്സും ഒരു നാടും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ കഥയാണിത്. 1-2 വർഷമല്ല, നീണ്ട 61 വർഷമായി ഈ ബന്ധം തുടങ്ങിയിട്ട്. കോട്ടയം, കാനം, പൊൻകുന്നം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസിനെ നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്നത് കാനം വണ്ടി എന്നാണ്. CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പദവി യാത്രക്കാരായിരുന്ന സെന്റ് തോമസ് ബസിന് 61 പിറന്നാൾ ദിനത്തിൽ നാട്ടുകാർ ഹൃദ്യമായ സ്വീകരണമൊരുക്കി. സർവീസ് മുടക്കാത്ത ബസ് എന്ന പ്രത്യേകതയാണ് നാട്ടുകാർക്ക് സെന്റ് തോമസിനോടുള്ള പ്രിയം കൂട്ടിയത്. സെന്റ് തോമസ് ബസ് കഴിഞ്ഞ ദിവസം റൂട്ട് സഹിതം പുതിയ ഉടമയ്ക്ക് കൈമാറി. കോട്ടയം സംക്രാന്തി ഒതളത്തുമൂട്ടിൽ കുടുംബത്തിന്റെ സ്വന്തമായ ബസ്സിന് 1963 ഫെബ്രുവരി 5-നാണ് പെർമിറ്റ് ലഭിച്ചത്. 63 മുതൽ 87 വരെ ഒതളത്തുമൂട്ടിൽ PV ചാക്കോയുടെ പേരിലായിരുന്നു ബസ്. പിന്നീട് ലാൽ എന്ന് വിളിക്കുന്ന മകൻ ജോൺ കെ ജേക്കബിന്റെ പേരിലായി. 6 പതിറ്റാണ്ടിനിടെ 6 ബസ്സുകൾ മാറി. കാനം റൂട്ടിലേക്ക് ആദ്യമായി എത്തുന്ന ബസ്സും ഇതായിരുന്നു. ആദ്യം കോട്ടയം കാനം റൂട്ടിലായിരുന്നു സർവീസ്. പിന്നീട് ചാമ്പതാൽ വരെ തുടർന്നു. കോട്ടയം, കാനം, ചാമ്പതാൽ, പൊൻകുന്നം വരെയും റൂട്ട് നീട്ടി. കോവിഡ് കാലത്ത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് 60 വർഷത്തിനിടെ സർവീസ് മുടക്കിയത്. യാത്രക്കാർ കുറഞ്ഞ കാലത്തും ഉടമ പണം നൽകി സർവീസ് നടത്തി നാടിനോടുള്ള പ്രതിബദ്ധത തെളിയിച്ചു. ലാക്കൂട്ടൂർ സ്വദേശി ബിനു എം നാഗപ്പള്ളിയാണ് ബസിന്റെ പുതിയ ഉടമ. ബസിനോടും ആ പേരിനോടുമുള്ള നാട്ടുകാരുടെ വൈകാരിക ബന്ധം കണക്കിലെടുത്ത് സെന്റ് തോമസ് എന്ന പേരിൽ തന്നെ ബസ് സർവീസ് തുടരുമെന്ന് ബിനു പറഞ്ഞു.